നമസ്കാരം. മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട നടിയാണ് ഹണി റോസ്. മോൺസ്റ്റർ, ഇട്ടിമാണി, സർസിപ്പി തുടങ്ങി നിരവധി ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളിലൂടെ ഹണി റോസ് മലയാളികൾക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തമിഴിലുമൊക്കെ നിരവധി റോളുകളിൽ, നിരവധി ചിത്രങ്ങളിൽ ഹണി റോസ് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ സിനിമയേക്കാൾ ഉപരിയായി ഉദ്ഘാടന വേദികളിലാണ് ഹണി റോസ് തൻ്റെ കൂടുതൽ സാന്നിധ്യവും ചെലവഴിക്കാറുള്ളത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പല ഉദ്ഘാടന വേദികളിലും ഹണി റോസിനെ കാണാൻ ആളുകൾ ഇരമ്പിയെത്താറുണ്ട്. അങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ തൻ്റെ പുതിയ സ്വർണ്ണക്കടയുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായി ഹണി റോസിനെ ക്ഷണിക്കുന്നത്. ഹണി റോസ് ഈ സ്വർണ്ണക്കടയിൽ ഉദ്ഘാടനം നടത്തിയ ശേഷം, അല്ലെങ്കിൽ സ്വർണ്ണക്കട ഉദ്ഘാടനം നടത്തിയ ശേഷം അതിലെ ആഭരണങ്ങളൊക്കെ എടുത്തു നോക്കുകയും അത് മാലകളൊക്കെ കഴുത്തിൽ വെച്ച് നോക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നെക്ലേസ് കഴുത്തിൽ വെച്ചു പരിശോധിക്കുന്നതിനിടയിൽ അതിൻ്റെ അറ്റം പിന്നിൽ കൂട്ടിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ അവിടേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം ഹണി റോസിന് നേരെ കൈനീട്ടി ഷെയ്ക്ക് ഹാൻഡ് നൽകാനാണ് എന്നാണ് ഹണി റോസ് കരുതിയത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂർ ഈ ഹണി റോസിനെ വട്ടം ചുറ്റിക്കുകയായിരുന്നു. വട്ടം ചുറ്റിച്ച് നിർത്തിയ ശേഷം അദ്ദേഹം അവിടെ കൂടിയ ആളുകളോട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞത്, മാലയുടെ മുൻഭാഗം മാത്രം കണ്ടാൽ പോരല്ലോ, അതിൻ്റെ ഭംഗി പിൻഭാഗത്തുകൂടെയുണ്ട്, അതും നിങ്ങൾക്ക് കാണണ്ടേ എന്നായിരുന്നു. അതായത് ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയാണ് അത് ഇത്തരത്തിലുള്ള ഒരു വർണ്ണന അദ്ദേഹം നടത്തിയത് എന്ന് വ്യക്തമാണ്. പലപ്പോഴും ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താൻ സമർത്ഥനാണ് ബോബി ചെമ്മണ്ണൂർ. പലപ്പോഴും ഇത് അശ്ലീല ചൊവ്വയുള്ളതായി മാറാറുമുണ്ട്. ഇത്തരത്തിൽ നടത്തിയ ഒരു പ്രയോഗമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലായി, അല്ലെങ്കിൽ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് എന്ന നടിയെ അപമാനിക്കുകയായിരുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുകയായിരുന്നു എന്ന പേരിൽ ഇപ്പോൾ വനിതാ സംഘടനകളും ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അശ്ലീല പരാമർശങ്ങൾ പലപ്പോഴും അതിരുകടക്കുന്നതായി പല വനിതാ സംഘടനകളും ആരോപിക്കുന്നുണ്ട്. ഹണി റോസിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെയാണ് എന്നാണ് വനിതാ സംഘടനകൾ പറയുന്നത്. അതുകൊണ്ട് ഹണി റോസിനോട് മാത്രമല്ല പൊതുസമൂഹത്തോടും ഈ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണം എന്ന് തന്നെയാണ് ഇത്തരം വനിതാ സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.